ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. എൻ്റെ ഡ്രസ്സ് കൊള്ളാവോ? എങ്ങനെയുണ്ട്? ഇക്ക വാങ്ങിച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ. ബർത്ത്ഡേക്ക് ഇക്ക വാങ്ങിച്ചെന്ന ഗിഫ്റ്റാണ്. അപ്പോൾ എൻ്റെ മോൻ വാങ്ങിച്ചു തന്നതാണ്, മൂത്ത മോൻ മേടിച്ച് തന്നതാണ് കേക്ക്. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കളർ തന്നെ ഫോട്ടോസിൻ്റെ കേക്കാണ് അവൻ എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവൻ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ കടയിലത്തെ സ്റ്റാഫ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല, മോൻ ഇങ്ങനെ കൊണ്ട് തന്നപ്പോൾ അത് സന്തോഷത്തോടെ കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ഉള്ളത് കാരണം എല്ലാവരും കട്ട് ചെയ്തിൻ്റെ വായിലൊക്കെ വെച്ച് തന്നു. അങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. മക്കൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ കടയിലത്തെ സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വാങ്ങിച്ച് തന്നിട്ടുള്ളത് എൻ്റെ ഇളയ മോനാണ്, ട്വിൻസാണ് കേട്ടോ. അവൻ്റെ എന്താ പറയുന്നത്, സേവിങ്സിനകത്ത് നിന്ന് വാങ്ങിച്ച് തന്നെയാണ് സിൽവറിൻ്റെ ഒരു മോതിരം. ഇതെനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വാങ്ങിച്ച് തന്നെയാണ് കേട്ടോ, ഈ ഗോൾഡ് റിങ്. പിന്നെ എന്താണ്, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് കാണിച്ചു തരാം. പിന്നെ എനിക്ക് ഇത് കിട്ടിയത്, ഇത് മോള് വാങ്ങിച്ചു തന്നെയാണ്, ഒരു കളേഴ്സിൻ്റെ ഒരു ജഗ്ഗിൻസ്. പിന്നെ അതിൻ്റെ ഒരു ടോപ്സ് ഉണ്ടായിരുന്നു, ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കടയിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞ ഉടനെ അന്നേരം ആ ടൈമിൽ പോയി ഇവരൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ ഗിഫ്റ്റ്. വന്ന് പാക്ക് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇതെന്താ, ഒരു സ്പ്രേ ആണ് കേട്ടോ. അങ്ങനെ അവർ പെട്ടെന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നപ്പോൾ തന്നെ ഞാൻ വളരെ ഹാപ്പിയായി. ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും നമുക്കൊരാൾ ഗിഫ്റ്റ് തരുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. സർപ്രൈസായിട്ട് നമ്മുടെ കയ്യിലോട്ട് കൊണ്ട് തരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഹാപ്പിയാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ എൻ്റെ 3 മക്കളും എനിക്ക് ചുരിദാർ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് 3 പേരും 3 സൈസ് മോഡൽ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെക്കൊണ്ട് ഓരോരുത്തരും ഇടിയിച്ച് അവർ തന്നെ റീൽസൊക്കെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 3 മക്കളും വാങ്ങിച്ച് തന്നെയാണ്. അപ്പോൾ ഓരോന്നും എന്താ പറയുന്നത്, ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയുന്ന പോലെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇതൊരു ടച്ചിങ് വാച്ചാണ്, ഹുവായിയുടെ അടിപൊളി ഒരു വാച്ചാണ് കേട്ടോ. ഒരു രക്ഷയുമില്ല, കിടുക്കാച്ചി ഐറ്റം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.